മണിയൂരിൽ LDF സ്ഥാനാർത്ഥി കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർക്ക് നേരെ വളരെ ആസൂത്രിതമായ ആക്രമണമാണ് നടന്നതെന്ന് മണിയൂർ പഞ്ചായത്ത് LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഈ ദിവസം മണിയൂർ തെരുവിലുണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളെ സംബന്ധിച്ച് വ്യാപകമായ നിലയിൽ നുണപ്രചാരണം UDFന്റെ ഭാഗത്തുനിന്നും മറ്റ് ചില തൽപരകക്ഷികളുടെ ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. ഇതിന് നിജസ്ഥിതി നിങ്ങളെ അറിയിക്കുക എന്നുള്ള നിലയിലാണ് LDF ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം ഇപ്പോൾ കുറ്റ്യാടി UDFന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം തികച്ചും വാസ്തവവിരുദ്ധമാണ്. അദ്ദേഹം പറയുന്നത് കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളതെന്നാണ്. പരാജയ ഭീതി പൂണ്ടിട്ടുള്ള LDF കലാപമുണ്ടാക്കി വിജയം നേടാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ്. എന്നാൽ അത്തരമൊരു ശ്രമം സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും അതിൻ്റെ തൊട്ടു മുമ്പുള്ള ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുള്ളത് നിലവിലുള്ള UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ്. ഉദാഹരണത്തിന് കോടന്നൂർ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി. അതിൽ സംശയിച്ച ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ സ്കൂളിലേക്കൊരു മാർച്ച് നടത്തിയത് സംബന്ധമായി അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിലവിലുള്ള UDF സ്ഥാനാർത്ഥി പ്രസംഗിച്ചത് അദ്ദേഹം നിലവിലുള്ള MLA കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്ററുടെ മാനസപുത്രനാണ്. ബ്ലോക്ക് പ്രസിഡന്റ് TK അഷ്റഫിൻ്റെ പ്രധാനപ്പെട്ട അനുയായിയാണ്. ഇവർ രണ്ടുപേരും കൂടി തലേ ദിവസം ബോംബ് കൊടുത്ത് ഏൽപ്പിച്ച് ചെയ്ത പണിയാണിത് എന്ന് പ്രസംഗത്തിൽ അദ്ദേഹം നടത്തി അങ്ങനെ ഒരു പ്രയോഗം. ഒരു തെളിവുമില്ലാത്തൊരു കാര്യം പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ ഭാഗമായി കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം എതിർ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന നിലയിൽ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അത്തരമൊരു ശ്രമം നടന്നതെല്ലാം ഈ നാട്ടിലെ പത്രമാധ്യമങ്ങളുടെയൊക്കെ മുമ്പിലുണ്ട്. പക്ഷേ അവരാരും അത് നിങ്ങളുൾപ്പെടെ പലരും അത് വാർത്ത എന്ന നിലയിൽ കൊടുത്തിട്ടില്ല. പക്ഷേ കൊടുക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായവും ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇതെല്ലാം നാട്ടിൽ നവമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞമ്മദ്കുട്ടി മാഷെ എങ്ങനെ ഇകഴ്ത്തി കാണിക്കാം, അതിലൂടെ എങ്ങനെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാം, അതിന് നല്ല ഉദാഹരണമാണ് അതൊക്കെ. ഇത് നേരത്തെ UDF സ്വീകരിച്ചൊരു രാഷ്ട്രീയ തന്ത്രമാണ്. ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, കലാപം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാക്കുക എന്ന പണി നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. 2001 തെരുവമ്പറമ്പിലെ ഇല്ലാത്ത ബലാത്സംഗം പെരുപ്പിച്ച് കാണിച്ച് പ്രചരിപ്പിച്ച് അതിൻ്റെ പേരിൽ വലിയ നിലയിൽ പോളറൈസേഷൻ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയതൊക്കെ മുസ്ലിം ലീഗും UDFും ചേർന്നിട്ടാണ്.